ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ മണി പ്ലാന്റ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് വീട്ടിൽ വളർത്താന്നുള്ളതും അതിൻ്റെ കൂടെ ഇൻഡോർ പ്ലാന്റ്സിനുള്ള ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മണി പ്ലാന്റിൻ്റെ കാര്യം നോക്കാം. പ്ലാന്റിൽ ഫസ്റ്റ് വരുന്ന കാര്യമാണ് അതിൻ്റെ വാട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മണി പ്ലാന്റ് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മണ്ണ് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് മണി പ്ലാന്റ് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണി പ്ലാന്റ് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ മണി പ്ലാന്റ് നനച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട്, അതായത് ആ ഒരു ചട്ടിയുടെ ആ ഹോളിൽ കൂടെ വെള്ളം താഴോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു 2-3 ദിവസത്തേക്ക് മണി പ്ലാന്റ് നനയ്ക്കേണ്ട കാര്യമില്ല. അതിനുശേഷം മാത്രം നമുക്ക് മണി പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി. സെക്കൻഡ് വരുന്ന കാര്യമാണ് അതിൻ്റെ ട്രിമ്മിങ് അല്ലെങ്കിൽ പോൾട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മണി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ താഴോട്ട് വീണ് കിടക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് അവിടുന്ന് ട്രിം ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ എവിടെ വെച്ചാണോ കട്ട് ചെയ്യണത് അവിടെ വെച്ച് പുതിയ അതിൻ്റെ ഇളപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ അത് തിക്കായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണി പ്ലാന്റ് അപ്പോൾ ഒരിലയുടെ മുകളിൽ നിന്നും താഴെ നിന്നും കുറച്ച് സ്റ്റെമ്മിൻ്റെ ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ വേര് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള മണി പ്ലാന്റിൻ്റെ ലീവ്സ് ഒരു കപ്പിലോ ജാറിലോ എന്തെങ്കിലും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതിൽ ഓൾറെഡി റൂട്ട് ഉണ്ട്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊപ്പഗേഷൻ ഈസി ആയിരിക്കും. ഇനി വെള്ളത്തിൽ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വെള്ളം ഒട്ടും ടർബിഡ് ആവാൻ പാടില്ല, അതായത് കലങ്ങാനായിട്ട് പാടില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 തവണ നമ്മളിതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. അങ്ങനെ വെള്ളം മാറ്റി കൊടുത്താൽ മാത്രമേ നന്നായിട്ട് മണി പ്ലാന്റ് ഗ്രോ ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ വെള്ളത്തിൽ തന്നെ കേടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ മണി പ്ലാന്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ പുറത്തിരുന്നിരുന്ന മണി പ്ലാന്റ് ആണ്. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്കറിയാം അറ്റമൊക്കെ മഞ്ഞ കളറായിട്ട് അതുപോലെ തന്നെ കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇത് 2 കാര്യങ്ങൾ കൊണ്ടാണ് വരിക. ഒന്ന് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുക, അതല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണോണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ അതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ നഴ്സറിയിൽ നിന്ന് ഒരു ഫെർട്ടിലൈസറിൻ്റെ ഒരു കിറ്റാണ് വാങ്ങിയത്. 30 രൂപയേ ഉള്ളൂ. അതിൽ കുറച്ച് വളമുള്ള മണ്ണുണ്ട്, അതുപോലെ ഈ ബ്ലാക്ക് കളറായിട്ടുള്ള ഈ ചെറിയ കുരുകുരു പോലത്തെ സാധനവും, അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ക്രീം കളറായിട്ടുള്ള ഒരു ബീഡ്സ് പോലത്തെയാണ് ഉണ്ടായിരുന്നത്. ഇത് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മളിങ്ങനെ മണി പ്ലാന്റിന് ഇടാനാണ്. അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ കിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, വലിയ പൈസ ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ മണി പ്ലാന്റ് ഇങ്ങനെ ഒന്ന് കേടായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താലേ പറ്റൂ. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് വീണ്ടും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് അതിനെ ഗ്രോ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മണി പ്ലാന്റിന് നല്ല സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാനിപ്പോൾ ഒരാഴ്ചയായി വളമൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇതിന് പുതിയ തളിരിലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കേടായി നിൽക്കുന്ന ഇലകളും കരിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതിൽ ഞാൻ ഫെർട്ടിലൈസർ ഓൾറെഡി ആഡ് ചെയ്തതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മുട്ടയുടെ തോടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ആ ഒരു രാത്രി അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അതിനുശേഷം പിറ്റേ ദിവസം നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മണി പ്ലാന്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇനി
നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്കി ബാമ്പു ആണ്. അപ്പോൾ ലക്കി ബാമ്പു നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ നമുക്ക് മഞ്ഞ കളറായിട്ടുള്ള തണ്ടുകളോ അല്ലെങ്കിൽ ഇലകളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ തണ്ടുകളും ഇലകളും മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. അതായത് ആഴ്ചയിൽ ഒരു 2 തവണ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. വെള്ളം യൂസ് ചെയ്യുമ്പോൾ ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ, അതായത് ഒരു ദിവസം നമ്മൾ അത് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ തെളിവെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതായത് സെറ്റിൽ ചെയ്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കാനായിട്ട് നോക്കുക. കാരണം ലക്കി ബാമ്പുവിന് വളരെ കുറഞ്ഞ സൺലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് മാത്രം നമുക്ക് മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ലക്കി ബാമ്പുവിനെ കുറേ നാൾ നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിനും സെയിം മണി പ്ലാന്റ് ഒക്കെ കെയർ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിൽ ഞാൻ മണ്ണൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ മണ്ണ് വളരെ കുറവ് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടൊന്നും നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കണ്ട, ലൂസായിട്ട് കുറേശ്ശെ മണ്ണ് സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലും വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം നന്നായിട്ട് നനച്ച് കൊടുക്കും. അതിനുശേഷം ഒരു 2-3 ദിവസം നനയ്ക്കാറില്ല. ആ വെള്ളം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ രണ്ടാമതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതിന് വലിയ കെയറിനൊന്നും ആവശ്യമില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മളുടെ നാച്ചുറൽ ഫെർട്ടിലൈസർ ഉള്ള എന്തെങ്കിലും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും വേറെ കെയർ ഒന്നും ചെയ്യാറില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ചില 2-3 ദിവസം വെയിലത്തൊന്ന് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രസമായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.